മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സകല സംരക്ഷണവും കൃപകളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇനി 50 ദിവസങ്ങൾ പ്രത്യേകമായ പ്രാർത്ഥനയിലും ആത്മീയ ചൈതന്യത്തിലും നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ട ദിനങ്ങളാണ്. കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈ വചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണമാണ്. മരുഭൂമിയിലെ പരീക്ഷണത്തിലേക്ക് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞുകൊണ്ടാണ്. ഈശോ ആത്മാവിൻ്റെ ശക്തിയാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടുവെന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പ് കാലം ആത്മാവിൻ്റെ ശക്തിയാൽ നിറയാനുള്ള കാലമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തകർക്കാനുള്ള ശക്തി ആത്മാവിനാൽ നിറയപ്പെട്ട് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ആത്മാവിൻ്റെ ശക്തി നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിഹാര പ്രവർത്തികൾ ചെയ്യുക, ത്യാഗപ്രവർത്തികൾ ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് സാത്താൻ ഈശോയെ പരീക്ഷിക്കാനായിട്ട് പറയുകയാണ്, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ വലുതാവുകയുള്ളൂ എന്ന് ചില ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ വലിപ്പത്തെ കാട്ടുന്നതിന് വേണ്ടി നമ്മളൊക്കെ ചിലതൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് ആഗ്രഹിക്കുക. ചിലതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വലുതാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില ചെയ്തു കൂട്ടലുകളല്ല നമ്മളെ വലുതാക്കുന്നത്. കാരണം നീ ആരെന്ന് ദൈവത്തിനറിയാം, നിനക്കും അറിയാം. നീ എന്തെല്ലാം ചെയ്താലും നീ ആരെന്ന് ദൈവത്തിനറിയാം, നിനക്കും അറിയാം. ഈ ചിന്ത ഈ നോമ്പിൻ്റെ നാളുകളിൽ നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. കുറേ ചെയ്തു കൂട്ടലുകളല്ല, ഉപരി ദൈവത്തിന് നിന്നെ അറിയാം. ദൈവത്തിനറിയാവുന്നത് കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ജീവിക്കുക. നിനക്ക് നിന്നെ അറിയാം, അതുകൊണ്ട് നിൻ്റെ മനസാക്ഷിക്ക് തെറ്റാത്ത വിധത്തിൽ ജീവിക്കുക. അതാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. വീണ്ടും പിശാച് ഈശോയോട് പറയാണ്, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നിന്റെ ശക്തി പ്രകടിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, മുകളിലേക്ക് പോകാൻ താഴെ വീഴരുത്. ദൈവത്തിന് നിരക്കാത്തത് ജീവിതത്തിൽ പ്രവർത്തിക്കരുത്. പലപ്പോഴും നമ്മളൊക്കെ വളരാനായിട്ട് ആഗ്രഹിച്ചിട്ട് താഴെ വീണു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. മുകളിലേക്ക് വളരുന്നതിന് വേണ്ടി ഏത് ഹീനപ്രവൃത്തിയും നമ്മൾ ചെയ്യും, ഏത് വഴികളും നമ്മൾ കണ്ടെത്തും. ദൈവത്തിന് നിരക്കാത്തത് ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മുകളിലേക്ക് വളരില്ല, താഴേക്ക് വീണു പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനുള്ള കാലമാണ് നോമ്പുകാലമെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ നേടിയെടുക്കുക. മൂന്നാമതായിട്ട്, സാത്താൻ ഈശോയുടെ വചനമുച്ചരിച്ചുകൊണ്ട് പ്രലോഭനത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണുകയാണ്. ദൈവവചനം ദൈവത്തിൻ്റെ ശരികളിലേക്ക് വളരാനായിട്ടുള്ളതാണ്, നമ്മുടെ ശരികളിലേക്ക് വളരാനുള്ളതല്ല. പലപ്പോഴും ദൈവവചനത്തെ നമ്മുടെ ശരികളിലേക്ക് നമ്മൾ വളച്ചൊടിക്കാറുണ്ട്. നമ്മുടെ ശരികളിലേക്ക് വചനത്തെ വളച്ചൊടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശരികൾ നമ്മളിൽ ഇല്ലാതാവുകയും തീരുകയാണ്. സാത്താൻ പോലും വചനത്തെ വളച്ചൊടിച്ചു എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ശരികളിലേക്ക് വചനത്തെ വളച്ചൊടിക്കരുത്. നിന്റെ ഇഷ്ടങ്ങളിലേക്ക് വചനത്തെ വളച്ചൊടിക്കരുത്. വചനം കൃപയായി അനുഗ്രഹമായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ ശരികളിലേക്ക്
ഈ വചനത്തിലൂടെ വളരാനായിട്ട് നിനക്ക് സാധിക്കണം. ഈ ചിന്തകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ നോമ്പുകാലം ഈ ചിന്തകളിൽ ക്രമപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈ ആഴ്ചയിലെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയെ അങ്ങയുടെ സാന്നിധ്യം ഇവർക്ക് ലഭിക്കട്ടെ. അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, അങ്ങയുടെ ശരികളിലേക്ക് വളരുവാനുള്ള സഹായം ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.